വൈകുന്നേരത്തെ ചായയുടെ കൂടെയും അല്ലാതെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഉണ്ണിയപ്പമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നമ്മുടെ സാധാ ഉണ്ണിയപ്പമല്ല, ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ ഞാനിന്നിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും അതുപോലെ വളരെ സോഫ്റ്റും ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ചക്ക ഉണ്ണിയപ്പം. കൂടാതെ നമ്മുടെ ഉണ്ണിയപ്പത്തിൽ വെച്ചിട്ട് ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചക്ക ഉണ്ണിയപ്പമാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ചക്ക ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. ആദ്യം തന്നെ ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാൻ വെക്കണം. ഇപ്പോൾ 5 മണിക്കൂർ നേരം കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണിത്. അരി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഇവിടെ ഞാൻ 5 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് 1/2 കിലോൻ്റെ അടുത്ത് വരും, 1/2 കിലോ ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് പഴുത്ത ചക്കച്ചുളയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴഞ്ചക്കയുടെ ചുളയാണ് കേട്ടോ. സാധാരണയായിട്ട് വരിക്കച്ചക്കയുടെ ചുള കൊണ്ടാണ് നമ്മൾ ഇത് അപ്പം ചുടാറുള്ളത്. ഇതിപ്പോൾ പഴഞ്ചക്ക ശരിക്കും നന്നായിട്ട് പഴുക്കുന്നതിന് മുന്നേ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ അത് വലിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റാക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമ്മളിവിടെ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അരി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായ ആണ്. ഞാനിപ്പോൾ ഇവിടെ തൊലി കളഞ്ഞ ഏലക്കായ 8 ഏലക്കായ തൊലി കളഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ ശർക്കര അതുപോലെ ഇവിടെ നന്നായിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 കപ്പ് വെള്ളത്തിലാണ് ഞാനിതിവിടെ ഉരുക്കിയെടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്തിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മൈദപ്പൊടിയാണ് കേട്ടോ. 1 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം 3/4 കപ്പും പിന്നീട് 1/4 കപ്പും മൈദപ്പൊടിയും ആവശ്യത്തിനുള്ള ശർക്കര പാനിയും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. പച്ചരി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ അതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പച്ചരി നന്നായിട്ട് ശർക്കര പാനി ചേർത്ത് അരച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ മൈദപ്പൊടി ചേർത്തിട്ട് ശർക്കര പാനി ഒഴിച്ചിട്ട് ഇതുപോലെ ബാറ്ററാക്കി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് നമ്മൾ ചക്ക ഉണ്ടല്ലോ, പഴുത്ത ചക്ക, ആ പഴുത്ത ചക്ക ഇവിടെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ അടിച്ചെടുത്തിട്ടുള്ള ചക്ക കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കയുടെ ഈ പൾപ്പും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബാക്കിയുള്ള ശർക്കരപ്പാനി ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ. ആദ്യം തന്നെ ഒരുമിച്ച് ഒഴിക്കരുത്. നമുക്ക് മാവിൽ എത്രത്തോളം വേണമെന്നനുസരിച്ചിട്ട് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ചുകൂടെ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് സ്വല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശർക്കര ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു പലഹാരമാണെങ്കിലും അതിന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത്. നമുക്കിങ്ങനെ വിട്ട് കിട്ടുന്ന ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് എള്ളം ഒന്ന് താളിച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളോട് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്തിട്ട് ആ എള്ളൊന്ന് നന്നായിട്ട് പൊട്ടിയിട്ട് വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ എള്ളൊന്ന് പൊട്ടിയെടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് വേണ്ടവർക്ക് അതുകൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യിൽ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല, എള്ള് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എള്ള് നമുക്ക് നെയ്യോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്തോട് ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും. കാരണം നമ്മുടെ ചക്കയുടെയൊക്കെ ആ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. സാധാ ഉണ്ണിയപ്പത്തിനേക്കാൾ ടേസ്റ്റി ആയിരിക്കും ഇത്. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിന് അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതൊന്നുമില്ല. ബാറ്റർ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ സ്വല്പം
ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ചേർത്ത് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഇത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ ചക്ക ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. കാരണം നമ്മൾ ഇതിൽ ചക്കയുടെ ബാറ്ററൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ണിയപ്പം വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അതാ അപ്പച്ചട്ടിയിൽ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ കുഴിയുള്ള അപ്പച്ചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ കുറച്ച് മാവേ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കൂടുതലായിട്ട് ഒഴിക്കാൻ പറ്റില്ല, നമ്മുടെ കുഴിയുടെ പുറത്തേക്കായിട്ട് വരും. ഇപ്പം ഇതാ ഇതിലൊക്കെ മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേവുന്നതിനനുസരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. മാവ് ഒഴിച്ച ഉടനെ തന്നെയൊന്നും തിരിച്ചിട്ട് കൊടുക്കരുത്. സ്വല്പം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഇതാ നമ്മുടെ അപ്പത്തിൻ്റെ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും വേവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അപ്പം വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ചക്ക ഉണ്ണിയപ്പം എന്ന് പറയുന്നത് നമുക്കധികം നേരം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതില്ല. കൂടാതെ മറ്റു ഉണ്ണിയപ്പത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് പൊങ്ങിയിട്ടും അതുപോലെ സോഫ്റ്റായിട്ടും കിട്ടുന്നതുമാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ വെച്ചാൽ വരിക്കച്ചക്ക അല്ലെങ്കിലും പഴഞ്ചക്ക ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പഴഞ്ചക്ക നമ്മൾക്ക് നന്നായിട്ട് പഴുത്ത് വരുന്നതിൻ്റെ മുന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ സെക്ഷൻ ഉണ്ണിയപ്പമൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചക്ക ഉണ്ണിയപ്പമാണ്. വളരെ ടേസ്റ്റിയുമാണ്. നമുക്കിത് 2-3 ദിവസമൊക്കെ ഇങ്ങനെ തന്നെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതുമാണ്. ഇപ്പം ഇതാ നമ്മുടെ അപ്പം വേവണതിനനുസരിച്ച് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അതായത് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ചക്ക ഉണ്ണിയപ്പം ഇതുപോലെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത്. ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വേറൊരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ആയിരുന്നില്ല, അത് അരി പൊടിച്ചിട്ടായിരുന്നു ഉണ്ണിയപ്പം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ പച്ചരി കുതിർത്തിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പച്ചരി കുതിർത്തിട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. മറ്റൊന്ന് നമുക്ക് അരി പൊടിച്ചൊക്കെ എടുക്കണം. അരി വറുത്ത അരിപ്പൊടി വേണ്ട കേട്ടോ. വറുക്കാത്ത അരിപ്പൊടി വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ മിക്സിയിലൊക്കെ പൊടിച്ചെടുക്കില്ലേ, അങ്ങനെ വറുക്കാത്ത അരിപ്പൊടി വെച്ചിട്ട്. ഇപ്പോൾ ഇതാ ഉണ്ണിയപ്പമൊക്കെ ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇപ്പം ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഉണ്ണിയപ്പം ഒന്ന് എടുത്ത് കാണിക്കാം. വളരെ സോഫ്റ്റാണ്, ഫ്ലഫിയാണ്. ചൂടായതുകൊണ്ടാണ് കേട്ടോ ശരിക്കും മുറിക്കാൻ പറ്റാത്തത്. കണ്ണിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉണ്ണിയപ്പം ഈ രീതിക്ക് തയ്യാറാക്കിയിട്ടില്ലേ, ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.